ശങ്കരാടി എന്ന മഹാനടനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഒരു മികച്ച അഭിനേതാവ് എന്നതിലുപരി ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ശങ്കരാടിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയിലും ജ്വലിച്ചു നിൽക്കുകയാണ് അദ്ദേഹം. നാടക സിനിമാ രംഗത്ത് തിരക്കുള്ള നടനായി മാറുന്നതിന് കാലങ്ങൾക്കു മുൻപേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടത് കലാസംഘടനകളുടെയും സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നാടക സിനിമാ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. ചെറായി മേമന പരമേശ്വരപിള്ളയുടെയും ശങ്കരാടിയിൽ ജാനകിയമ്മയുടെയും മകനായി 1924 ജൂലൈ 14 ചന്ദ്രശേഖര മേനോൻ എന്ന ശങ്കരാടിയുടെ ജനനം. മഹാരാജാസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠനം. തുടർന്ന് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ബറോഡയ്ക്ക് വണ്ടി കയറി. പക്ഷേ അവിടെ ശങ്കരാടിയെ എഞ്ചിനീയറിംഗിനേക്കാൾ ആകർഷിച്ചത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിരുന്നു. പാർട്ടിയും ട്രേഡ് യൂണിയനുകളുമായുള്ള ബന്ധം ഇവിടെ നിന്നും ശക്തിപ്പെടുത്തി. പക്ഷേ പഠനം അവിടെ തടസ്സപ്പെട്ടു. ഒരവസരത്തിൽ കള്ളക്കേസിൽ പെടുമെന്നായപ്പോൾ അവിടെ നിന്നും ബോംബെക്ക് വണ്ടി കയറി. ലിറ്റററി റിവ്യൂ എന്ന മാസികയിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്തു. ഒപ്പം ബോംബെ മലയാളികൾക്കിടയിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനും. 52 ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് മടങ്ങിയെത്തി. എറണാകുളമായിരുന്നു അന്ന് പ്രവർത്തന കേന്ദ്രം. ആദ്യകാല നേതാവ് പി ഗംഗാധരൻ പാർട്ടി സെക്രട്ടറി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പാർട്ടി ഓഫീസിന്റെ ചുമതല ശങ്കരാടിക്കായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചു. PJ ആന്റണിയുടെ പ്രതിഭാ തിയേറ്റേഴ്സുമായുള്ള സഹകരണത്തിന്റെ തുടർച്ചയായി അതിന്റെ സെക്രട്ടറിയായി. ഇക്കാലത്താണ് ശങ്കരാടിയിൽ എന്ന വീട്ടുപേര് പരിഷ്കരിച്ച് ശങ്കരാടി എന്ന പേര് ഇട്ടത്. 1953 PJ ആന്റണി എഴുതി സംവിധാനം ചെയ്ത ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകത്തിലെ ശങ്കരാടിയുടെ വേഷം അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കി. തോപ്പിൽ ഭാസിയുടെ വിശക്കുന്ന കരിങ്കാലി, മൂലധനം തുടങ്ങിയ നാടകങ്ങളിൽ വേഷമിട്ടു. 1963 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത കടലമ്മയിൽ ആദ്യമായി അഭിനയിച്ച് സിനിമാ രംഗത്തെത്തി. എറണാകുളത്തെ പാർട്ടി പ്രവർത്തന കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന സോവിയറ്റ് നാടിന്റെ പ്രചാരകനായിരുന്നു. മുൻമന്ത്രി TK രാധാകൃഷ്ണൻ, ഏരൂർ വാസുദേവൻ എന്നിവർക്കൊപ്പവും നാടകങ്ങൾ അവതരിപ്പിച്ചു. കൊച്ചി രാജ്യത്ത് നിരോധിച്ച ഇൻകുലാബിന്റെ മക്കൾ നാടകം പുഴയിൽ വള്ളം ചേർത്ത് കെട്ടിയുണ്ടാക്കിയ അരങ്ങിൽ ശങ്കരാടി ഉൾപ്പെടെ നടന്മാർ അവതരിപ്പിച്ചത് TK രാധാകൃഷ്ണൻ പല പ്രസംഗവേദികളിലും പറഞ്ഞിരുന്നു. സിനിമയിൽ കൊടുമുടികൾ കീഴടക്കിയപ്പോഴും താൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന ശങ്കരാടിയുടെ അഭിമാനം എന്നും കൂടെയുണ്ടായിരുന്നു. മരണം വരെ ആ അഭിമാനം കൈമുതലായി സൂക്ഷിച്ചിരുന്നു. 2001 ഒക്ടോബർ 9 77-ാം വയസ്സിൽ ശങ്കരാടി എന്ന മഹാനടൻ നമ്മെ വിട്ടുപോയെങ്കിലും ഇന്നും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ ഓരോ മലയാളിയുടെയും ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നു.